ആപ്കി അദാലത്തിൽ BSP നേതാവ് മായാവതിയുടെ മേലുള്ള കുറ്റാരോപണം തന്റെ ദളിത് പവർ തന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ജനങ്ങൾ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, ഇപ്പോഴുള്ള മായാവതി മുമ്പുണ്ടായിരുന്ന മായാവതിയെ പോലെ അല്ലെന്ന്. ഇപ്പോൾ മായാവതിയുടെ ഹെയർ സ്റ്റൈൽ മൊത്തത്തിൽ മാറി, അവരുടെ ഫാഷൻ മൊത്തത്തിൽ മാറി, ലുക്കും മാറിയിരിക്കുന്നെന്ന് പറയുന്നു. നിങ്ങൾ എന്റെ വേഷഭൂഷാദികളെ കുറിച്ചൊന്നും പറയണ്ട, നിങ്ങൾ ഇത് പറയൂ. അതായത് മായാവതി ഈ നാട്ടില് ഉള്ള അപ്പർ കാസ്റ്റ് പീപ്പിളിന്റെ സമത്വമില്ലാത്തൊരവസ്ഥയില്, അവരുടെ ഇടയിൽ വിശ്വാസം ചിന്നിച്ചിതറിയിരുന്നൊരവസ്ഥയില് ഞാനാണ് അവരുടെ ഉള്ളിൽ മനുഷ്യത്വവും അഭിമാനവും ഉണ്ടാക്കിയത്. അതുപോലെ സമത്വം ഇല്ലാതിരിക്കുന്ന അവസ്ഥ വളരെ ഭീകരമാണെന്ന് അവർക്ക് മനസ്സിലാക്കിച്ചത് ഞാനാണ്. ഞാൻ ഈ ബഹുജന സമൂഹത്തിനെ മാത്രമല്ല ഉണ്ടാക്കിയത്, ഈ നാട്ടിലുള്ള അപ്പർ കാസ്റ്റ് പീപ്പിളിന്റെ അവരുടെ ഒരു സങ്കുചിത ചിന്താഗതി ഉണ്ടായിരുന്നത് പോലും ഞാൻ തന്നെയാണ് മാറ്റിയത്. അത് നമ്മുടെ നാട്ടിലെ എല്ലാവരുടെയും നല്ലതിനാണ് ചെയ്തത്. നിങ്ങൾ അതിനെ കുറിച്ച് അല്ലാതെ നിങ്ങൾ എന്റെ ഹെയർ സ്റ്റൈല്, ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സിന്റെ കാര്യം, അങ്ങനെയുള്ളതൊക്കെ മാനുഷിക പരിഗണന നൽകുന്നു എന്ന രീതിയിൽ താങ്കളുടെ പിറന്നനാളിന്റെ അന്ന് മുഗളിയാസം ഷൂട്ടിങ്ങിന്റെ സെറ്റ് പോലെയാണ് ഇട്ടിരുന്നത്. അതായത് ബഹുജന സമൂഹത്തിന്റെ ആൾക്കാരെന്ന് പറഞ്ഞാൽ ബഹുജൻ സമാജിന്റെ പോപ്പുലേഷൻ 150 ഉണ്ടാവുള്ളൂ. ബഹുജൻ സമാജത്തിലെ ആൾക്കാര് വളരെ ശ്രദ്ധിക്കുന്നുണ്ട് മറ്റ് പാർട്ടികളിലേക്ക് ആൾക്കാർ അവരുടെ നേതാക്കന്മാരെ എങ്ങനെ നോക്കുന്നു എന്ന്. അപ്പൊ ഞങ്ങളുടെ ബഹുജൻ സമൂഹത്തിന് തോന്നും നമ്മളും ആരെക്കാളും കുറഞ്ഞവരല്ല, നമുക്കും നമ്മുടെ നേതാവിനെ ആദരിക്കണമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് എന്റെ പിറന്നാൾ ആഘോഷിച്ച അന്ന് ആ ബഹുജൻ സമൂഹത്തിന്റെ ആൾക്കാര് വളരെ സ്നേഹത്തോടെ ആദരവോടെ അത് ആഘോഷിച്ചു. അവരത് ഏത് രീതിയിലാണ് ചെയ്യുന്നതെന്നുള്ളത് അവരുടെ ഇഷ്ടമാണ്. ജനങ്ങളാണോ ചെയ്യുന്നത് അതോ താങ്കളാണോ ഓർഗനൈസ് ചെയ്യുന്നത്? അതായത് 51 കിലോ കേക്ക്, 10,000 ലഡു, 60 ക്വിന്റൽ പൂമാല. അറിയാലോ അല്ലേ ആരെ കുറിച്ചാ പറയുന്നെന്ന്? ഇതെല്ലാം എന്റെ എതിരാളികൾ പറയുന്ന വർത്തമാനമാണ്. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്റെ എതിരാളികൾക്ക് വേറെ ഒന്നും പറയാനില്ലാത്തപ്പോ അവര് പറയുന്ന കാര്യങ്ങളാണ്. ഏത് നാഷണൽ ലീഡറിന്റെ പിറന്നാളാണ് ഇവിടെ ആഘോഷിക്കാത്തത്? ഇതിനേക്കാളും ഒക്കെ എത്രയോ ഇരട്ടി പണം അതിനുവേണ്ടി ചെലവാക്കുന്നു. ഇതിനേക്കാളും ഒക്കെ എത്രയോ നിങ്ങൾ 51 കിലോ കേക്കിന്റെ കാര്യം പറയുന്നു, അവരൊക്കെ 100 കിലോ കേക്ക് വരെ ചെയ്യാറുണ്ട്. ലഡു ഒക്കെ 1000കണക്കിന് ചെലവാക്കുന്നു. അതായത് മറ്റ് പാർട്ടിയുടെ നേതാക്കന്മാരൊക്കെ ഞാനിപ്പോ എന്റെ പിറന്നാളിന് വളരെ കുറച്ച് ആഭരണങ്ങളാണ് ഇടുന്നത്, അവരൊക്കെ കോടിക്കണക്കിന് രൂപയുടെ ഇടുന്നു. അതിനെക്കുറിച്ചൊന്നും ഒരു ചർച്ചയില്ല. ഡയമണ്ട് ഒക്കെ കാണുന്നു, പക്ഷെ കുറവാണെന്ന് താങ്കൾ പറയുന്നു. ഇല്ല, നിങ്ങൾ കാണുന്ന ഡയമണ്ട് എന്നൊക്കെ ബഹുജൻ സമാജമാണത്. അവരെന്നെ ഇന്നാ നിലയ്ക്ക് എത്തിച്ചു. നിങ്ങൾ കണ്ടത് എന്റെ കാതിൽ കിടക്കുന്ന ഒരു ചെറിയ ഡയമണ്ട്. അവരുടെ ആഗ്രഹം അവരുടെ നേതാവ് വലിയ വലിയ ഡയമണ്ട് ഇടണമെന്നാണ്. പക്ഷെ ഞാൻ പറയാം അതൊന്നും വേണ്ട, അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നും പാടില്ലെന്ന്. വലിയ വലിയ ഡയമണ്ട് ഒക്കെ ഇടാൻ വലിയ വലിയ പാർട്ടികളുണ്ട്, അവരൊക്കെ അത് ഇട്ട് നടന്നോട്ടെ. ഞാനും എന്റെ ബഹുജൻ സമാജ് നേതാക്കന്മാർ ഡയമണ്ട് ഒളിപ്പിച്ചു വെക്കും. അല്ലല്ല, അവര് ഒളിച്ചു വെച്ചിരിക്കുന്നുണ്ടെങ്കില് എന്നെ സംബന്ധിച്ച് അവര് വലിയ കള്ളന്മാരാണ്. പക്ഷെ എന്റെ കയ്യിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം എല്ലാവർക്കും കാണുന്ന പോലെയാണ്. ഞാനൊരു തുറന്ന പുസ്തകം പോലെയാണ്, എന്റെ കയ്യിലുള്ളതെല്ലാം എല്ലാവർക്കും കാണാം. എന്നാൽ മറ്റുള്ള നേതാക്കളൊക്കെ വലിയ വലിയ ഡയമണ്ട്സ് ഉപയോഗിച്ച് അത് ഒളിച്ചു വെച്ച് ജീവിക്കുന്നു. ഇങ്ങനെയുള്ള നേതാക്കളാണ് ഈ നാടിനെ നശിപ്പിക്കുന്നത്. ഡയമണ്ട് ഒക്കെ എവിടെ നിന്നാണ് വരുന്നതെന്നെങ്കിലും പറയൂ. ഇത് നിങ്ങൾ അവരോടല്ലേ ചോദിക്കേണ്ടത്? എനിക്ക് ബഹുജന സമൂഹത്തിന്റെ ആൾക്കാരാണ് തരുന്നത്. പ്രതിപക്ഷം എന്താ പറയുന്നതെന്ന് വെച്ചാൽ താങ്കളുടെ പിറന്നാളിന് അന്ന് ഇത്രയും വാല്യൂ ഉള്ള സമ്മാനങ്ങൾ കൊണ്ടുവരണമെന്ന് താങ്കൾ പറഞ്ഞെന്നാണ്. ഇതെല്ലാം നിങ്ങൾ അവരോട് തന്നെ ചോദിക്കണം. അവരുടെയൊക്കെ അവസ്ഥ വളരെ മോശമായിരുന്നു. ചെറിയ ചെറിയ കെട്ടിടങ്ങളിൽ ജീവിച്ചിരുന്ന ആൾക്കാരാ. ഇപ്പൊ അവരൊക്കെ വലിയ മാളികകളിൽ ജീവിക്കും. താങ്കൾ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് 25 കോടി രൂപ ചെലവാക്കി താങ്കളുടെ ജീവചരിത്രം ഒരു സിനിമയാക്കാൻ വേണ്ടി ഏർപ്പാട് ചെയ്തിരുന്നെന്നാണ് കേട്ടത്. അല്ല, ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഇത് എവിടുന്ന് എടുത്തുകൊണ്ട് വരുന്നത് ഈ ആപ്കി അദാലത്തിൽ വെച്ചിട്ട്? ഇതൊക്കെ നിങ്ങളോട് ആരെ പറഞ്ഞത്? ഇത് പത്രത്തിൽ വന്നൊരു ന്യൂസ് ആണ്. ഇപ്പൊ ഈ പത്രങ്ങളിലെല്ലാം BSP യെ കുറിച്ച് എന്തൊക്കെയോ എഴുതുന്നു. ഈ പത്രത്തിൽ എന്താ എഴുതിയിരിക്കുന്നത് വെച്ചാ? അയ്യോ, നിങ്ങൾ ഈ ചവറിനെ കുറിച്ചൊക്കെ പറയാതെ. നിങ്ങളിപ്പോ ചോദിക്കുന്ന ചോദ്യം തന്നെ തെറ്റാണ്. ആദ്യം താങ്കൾ ചോദ്യം പൂർണ്ണമായിട്ട് കേൾക്കൂ. ചോദ്യം കേൾക്കാതെ താങ്കൾ അതിലെന്തെങ്കിലും ജീവൻ കേൾക്കൂ. ഇതിൽ എന്താ എഴുതിയിരിക്കുന്നത് വെച്ചാ 25 കോടിയിൽ സിനിമ എടുക്കാൻ പോകുന്ന ആളുടെ പേര് മായ മാഡം. അത് സിനിമയാകാൻ പോവുകയാണ്. നിങ്ങളുടെ വായിന്നാണ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു പേര് കേൾക്കുന്നത്. നിങ്ങൾ തന്നെയാണോ പണം കൊടുത്ത് ഏതോ പത്രക്കാരോട് ഇങ്ങനെ എഴുതാൻ പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നത്. ഇന്നിപ്പോ ഇവിടെ അദാലത്തിൽ ചോദ്യം ചോദിക്കാനില്ല. അങ്ങനെയല്ല, ഇത് തികച്ചും തെറ്റായ ചോദ്യമാണ്. അതായത് 10-16 നവംബർ, ഈ ന്യൂസിനെ കുറിച്ച് ഞാൻ പൂർണ്ണമായിട്ടും പറയട്ടെ. നവംബർ 16, 2003 ടൈംസ് ഓഫ് ഇന്ത്യ പേപ്പർ. നിങ്ങൾ തന്നെയാണ് ഇത് പ്രിന്റ് ചെയ്യാൻ കൊടുത്തതെന്ന് എനിക്ക് തോന്നുന്നു. മായാവതിയെ ആപ്കി അദാലത്തിലോട്ട് വിളിച്ച് ചോദ്യം ചോദിക്കാനായിട്ട് എന്തെങ്കിലും വേണോ? ഒരു വർഷം മുൻപേ പ്രിന്റ് ചെയ്യാൻ പറ്റുമോ? അറിയാലോ മായാവതി അത്ര പെട്ടെന്നൊന്നും അപ്പോയിന്റ്മെന്റ് തരില്ലെന്ന്. ഏതായാലും 1 വർഷം എടുക്കും ഇങ്ങോട്ട് കൂട്ടിയിട്ട് വരണമെങ്കിൽ തന്നെ.
ഇതിലെഴുതിയിരിക്കുന്നത് താങ്കളുടെ മുഖം ഷബാന ഹാഷ്മിയെ പോലെ ഉണ്ടെന്ന്, അതുകൊണ്ട് താങ്കളുടെ റോളിൽ ഷബാന ഹാഷ്മിയെ അഭിനയിക്കാൻ പോവുകയാണെന്ന് എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. പറയുന്നത് എനിക്കിതൊന്നും അറിയത്തില്ലെന്ന്. എനിക്ക് സിനിമ കഥയൊന്നും സത്യമായിട്ടും ഇഷ്ടമല്ല കേട്ടോ. ഞാൻ അതൊന്നും വായിക്കാറുമില്ല, നോക്കാറുമില്ല. എനിക്ക് ബഹുജൻ സമാജ്വാദി പാർട്ടിക്ക് വേണ്ടി ജീവിക്കാനാണ് ഇഷ്ടം. സിനിമയൊക്കെ കാണാറുണ്ടോ? എനിക്ക് അങ്ങനെ സിനിമയൊന്നും കാണാനുള്ള സമയം കിട്ടാറില്ല. ഞാൻ എൻ്റെ ജീവിതത്തിന്റെ ഓരോരോ നിമിഷവും ബഹുജന സമൂഹത്തിന്റെ വികസനത്തിന് വേണ്ടി ചെലവഴിക്കാനാണ് ആഗ്രഹിക്കുന്നത്. സിനിമയൊക്കെ കാണാൻ നിങ്ങളെപ്പോലുള്ളവർക്ക് ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ, നിങ്ങൾ പോയി കണ്ടോളൂ. എനിക്കൊരു എതിർപ്പുമില്ല, എനിക്കതിന് സമയമില്ലെന്ന് മാത്രം.